കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ CPM ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കുന്നു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്പർശ ഗോൾഡൻ ഡയമണ്ട്സ്, കൊച്ചിൻ, മലപ്പുറം, കാലിക്കറ്റ്. 25-ന് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തുന്ന ഉപരോധ സമരത്തിന്റെ ഭാഗമായി പെരിങ്ങോം ഏരിയയിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം M കരുണാകരൻ നയിക്കുന്ന ജാഥയുടെ മാനേജർ KP ഗോപാലനാണ്. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലും എരമം കുറ്റൂർ പഞ്ചായത്തിലും പ്രചരണം നടത്തി. 20-ന് രാവിലെ ചൂരലിൽ നിന്നും ആരംഭിച്ച് അരവഞ്ചാൽ, പെരിങ്ങോം, പാടിയോടിച്ചാൽ, ഞെക്കളി എന്നിവിടങ്ങളിൽ പ്രചരണം നടത്തി. ന് രാവിലെ പുളിങ്ങോത്തു നിന്നും ആരംഭിച്ച ജാഥയ്ക്ക് കോലുവള്ളി, ചെറുപുഴ, പ്രാപ്പോയിൽ, പെരുന്തടം എന്നിവിടങ്ങളിലും സ്വീകരണം നൽകി തിരുമേനിയിൽ സമാപിക്കും. ചെറുപുഴയിൽ നൽകിയ സ്വീകരണത്തിൽ M ശശിധരൻ, C സത്യബാലൻ, P സജികുമാർ എന്നിവർ പ്രസംഗിച്ചു. രാജ്യത്തിന്റെ ഭരണഘടനയിൽ മുന്നേറ്റ് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന സംസ്കാരത്തിന്റെ, എല്ലാവരെയും ഒത്തൊരുമയോടുകൂടി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സംസ്കാരത്തിന്റെ വക്താക്കളാവുക ആരെ ഭരണകൂടമെന്ന് പറയുന്നത്. പരോപകാരായ ഫലന്തി വൃക്ഷ, പരോപകാരായ വദന്തി നദ്യ, പരോപകാരായ കുലന്തി ഗാവഹ, പരോപകാരത്തമിതം ശരീരം എന്ന് പറഞ്ഞാൽ ഒരു ഭരണാധികാരി എന്നുള്ളത് മാത്രമല്ല, ഒരു മനുഷ്യനെ നാം എങ്ങനെയാണ് വർണ്ണിക്കുക? മനുഷ്യരെന്ന് പറഞ്ഞാൽ മനുഷ്യത്വമുള്ളവരെയാണ് നാം മനുഷ്യരെന്ന് പറയുക. അതില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരെ നമുക്ക് മനുഷ്യരായി പോലും സങ്കല്പിക്കാൻ കഴിയാത്തത്. കാരണം അവർക്ക് മനുഷ്യത്വം തെണ്ടിയിട്ടില്ല എന്നതുകൊണ്ടാണ്. അവരുടെ ഉള്ളിനകത്ത് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന മനസ്സില്ല എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ള മനുഷ്യർ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കൂടി നിലപാടുകൾ സ്വീകരിക്കുന്നവരെയാണ്, മറ്റുള്ളവരെ കൂടി ചേർത്ത് പിടിക്കാൻ കഴിയുന്ന മനസ്സുള്ളവരെയാണ് നാം മനുഷ്യവർഗം എന്ന് പറയുക. ആ മനുഷ്യവർഗത്തിനാകെ നേതൃത്വം കൊടുക്കുന്ന ഭൂമിയില ജനാചരങ്ങൾക്കാകെ ഇത് കേരളമാണ്. VMS മണ്ണാണ്, കൃഷ്ണപിള്ളയുടെ മണ്ണാണ്, KGയുടെ മണ്ണാണ്. ഈ പറയുന്ന കരുവള്ളൂരും പാടിക്കുന്നും ഈ പറയുന്ന NGO ഉൾപ്പെടുന്ന ധീരരക്തസാക്ഷിത്വങ്ങളുടെ മണ്ണാണ്. അത് ചരിത്രമാണ്, കെട്ടുകഥകളല്ലോ. അത് ചരിത്രത്തിന്റെ മണ്ണാണ്. ആ ചരിത്രത്തിൽ നിന്നിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ എന്റെ കരുത്ത മക്കളെ ചുറ്റു തിന്നുന്നു, നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു, നിങ്ങൾ അവരുടെ കുഴിയിലാടം കുളിർന്നുകൊണ്ടുന്നു. നിങ്ങളെങ്ങനെ നിങ്ങളായി കടമിലിട്ട പാടി വെച്ചു? എന്താ കടമിലിട്ട പാടിയത്? നമ്മളെങ്ങനെയാണ് ഇന്നത്തെ കേരളത്തിന്റെ ഈ വളർച്ചയിലേക്ക് മാറിയത് എന്ന ചരിത്രത്തെയാണ് സംഘപരിവാറെ UDF ഞങ്ങൾ ജനങ്ങളുമായി സംവദിക്കുന്നത്. നിങ്ങൾ പറയാൻ മടിക്കുന്ന കാര്യം. ജാഥ ലീഡർ M കരുണാകരൻ നന്ദി പറഞ്ഞു. മുമ്പ് കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോഴും ഇപ്പോൾ BJP ഭരിക്കുമ്പോഴും ഉള്ള അനുഭവം തന്നെയാണ്. കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതോ ആ രാഷ്ട്രീയ പാർട്ടി തന്നെ സംസ്ഥാനങ്ങളും ഭരിച്ചാൽ മാത്രമേ അവർക്ക് അർഹമായ പരിഗണന നൽകൂ എന്നതാണ് സ്ഥിതി. വ്യത്യസ്തമായ ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വിസ്മരിക്കുന്നില്ല. ഏതായാലും ഇപ്പോൾ അത് അതിതീവ്രമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തിന് നമ്മുടെ രാജ്യത്തിന്റെ ഒരു വിഭവങ്ങളിലും അവകാശമില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കാര്യങ്ങളെല്ലാം
ഇവിടെ വിശദമാക്കിയിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഭരണഘടനാ പ്രകാരം സംസ്ഥാനങ്ങൾക്ക് കൈമാറേണ്ട വിഭവങ്ങൾ ഏതൊക്കെ എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 280 പറയുന്നത് ഈ രാജ്യത്ത് പിരിക്കുന്ന നികുതിയുടെ വിഹിതം എങ്ങനെ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം എന്നതാണ്. അത് അവകാശമാണ്. അതിൽ പക്ഷപാതപരമായ നിലപാട് സ്വീകരിക്കുന്നു. ധനകാര്യ കമ്മീഷനാണ് നികുതി വിഹിതം നിശ്ചയിക്കുന്നത്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് നിശ്ചയിക്കുന്നത് പോലെ കേരളത്തിൽ നിശ്ചയിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ ബഡ്ജറ്റിൽ നമുക്ക് ലഭിക്കുമെന്ന് പറഞ്ഞത് 27,830 കോടി രൂപയാണ്. ആ ധനകാര്യ സ്റ്റേറ്റ്മെന്റിൽ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം. ഈ തുക താൽക്കാലികമാണ്. പിന്നെയോ ഇത് പരിശോധിച്ച് ഇതിനു മുമ്പ് കേന്ദ്രത്തിലേക്ക് സംസ്ഥാന ഗവൺമെന്റ് ഏതെങ്കിലും കുടിശ്ശിക വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ കുടിശ്ശിക കുറച്ചിട്ടേ തരുമെന്നാണ്. ബ്രാഞ്ചിന് വേണ്ടി വെസ്റ്റ് ഈസ്റ്റ് ബ്രാഞ്ചിന് വേണ്ടി ബ്രാഞ്ചിന് വേണ്ടി കുണ്ടമേളം വെസ്റ്റ് ബ്രാഞ്ചിന് വേണ്ടി സംസ്ഥാന സർക്കാരുകളുടെ അധികാരം കവർന്നെടുത്ത് കാവ്യവൽക്കരണം നടത്താനുള്ള നീക്കത്തിനെതിരെയും കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് പരിഗണന നൽകാത്ത നടപടികളിലും പ്രതിഷേധിച്ചാണ് 25-ന് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കുന്നത്.
സ്പർശ ഗോൾഡൻ ഡയമണ്ട്സ്.